ഞാൻ വാഹന മോട്ടോർ വകുപ്പിന്റെ ചില നിയമങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ നടു റോട്ടിൽ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു. ഇവിടെ ഉള്ളവന്മാരെ എല്ലാവരും അങ്ങ് ഡ്രൈവർമാരാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മുമ്പിൽ കൂടെ ആരെങ്കിലും ഇതിൽ വന്നു കഴിഞ്ഞാൽ ലൈസൻസും വലിച്ചു കയറി അടിയും തന്ന് ഞാൻ ഉള്ളേ തള്ളും. പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട, ഞാൻ ചൂടൻ. അല്ല സാറേ, ആ വെളിയിൽ വെച്ചിരിക്കുന്നത് സാറിന്റെ വണ്ടിയാണല്ലേ? എന്റെ വണ്ടിയാ സാർ, എന്റെ വണ്ടി. അപ്പൊ അതിന് ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഹെഡ്ലൈറ്റ് ഇല്ല വണ്ടിക്ക്. അതിന് ഹെഡ്ലൈറ്റ് വേണ്ടല്ലോ. എന്താണ്? സൂര്യൻ. അല്ല, സൂര്യൻ ഉണ്ടെങ്കിൽ പിന്നെ ഹെഡ്ലൈറ്റിന്റെ ആവശ്യമില്ല. അല്ല സാറിന് തിരിച്ചു വന്നിരുന്നത് എന്ത് ചെയ്യപ്പോ? അല്ല, തിരിച്ചു ഇത് പകല് മാത്രം ഓടിക്കണം വണ്ടി. അത് രാത്രി ആകുമ്പോൾ ഈ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് ഹെഡ്ലൈറ്റ് ഉള്ള വണ്ടി എടുത്തോണ്ട് ഞങ്ങൾ ഓടിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ പബ്ലിക്കിന് വേറെ വകുപ്പ്, നിങ്ങൾക്ക് വേറെ വകുപ്പ് അല്ലേ? അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ. അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി നമ്മുടെ കേരളത്തിലെ മോട്ടോർ വാഹന വെഹിക്കിൾ പ്രകാരമുള്ള നിയമങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റും. ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. എന്താ? വേറൊന്നുമല്ല, ആദ്യമായിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലിരുന്നുള്ള മദ്യപാനം നടത്തണം. നടക്കില്ല. എന്താ? ഈ ഓടുന്ന വണ്ടിയിൽ നിന്ന് വെള്ളം അടിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ റോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് 1.5 ഇതിനകത്ത് ഒഴിച്ചിട്ട് അതിന്റെ മെളുക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ നേരത്തുണ്ടല്ലോ, ഇത് മൊത്തം തുളുമ്പി പോകും. ഞങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് ഈ റോഡിന്റെ കട്ടറുകൾ പോലും നികത്താത്തത്. അഥവാ നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തൂലേ, അതുപോലെ നിർത്തിയിട്ട് ബാക്കിലെ ഡോർ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ അവിടെ പുളിയിഞ്ചി അച്ചാറ്, മിക്സർ ഇതെല്ലാം കൂടി ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് സുഖമായിട്ട് അടിക്കാം. എന്തിനാ നിങ്ങൾക്ക് ഓടുന്ന വണ്ടി തന്നെ ഇരുന്ന് അടിക്കണമെന്ന് നിർബന്ധം? നല്ല ന്യായം. നമ്മൾ അങ്ങനെയാ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യും? എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വാഹനങ്ങൾ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പിടികിട്ടാ പുള്ളികളെ നിങ്ങൾക്ക് പിടിക്കാമായിരുന്നല്ലോ. പിടിക്കാമായിരുന്നു. എന്നിട്ട് സുകുമാരക്കുറുപ്പിനെ പിടിച്ചില്ലല്ലോ. സുകുമാരക്കുറുപ്പ് പുള്ളിക്ക് പുറത്തിറങ്ങാൻ പാടാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി പുള്ളി പ്ലാസ്റ്റിക് സർജറി ചെയ്തു മുഖം. അതിന് ശേഷം പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടായിപ്പോയി. പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ പുറത്തിറങ്ങാമല്ലോ, ആളെ അറിയില്ലല്ലോ, വേറെ മുഖം വെച്ചിട്ടല്ലേ പോകുന്നു. അല്ല, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വീട്ടിൽ വന്നിരിക്കണം. എന്റെ പിറ്റേ ദിവസം കേരളത്തിൽ പ്ലാസ്റ്റിക് അങ്ങ് നിരോധിച്ചു. ഈ പ്ലാസ്റ്റിക് വെച്ച മോന്തയായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് മെമ്പർ പിടിച്ചോണ്ട് വേസ്റ്റ് ബോക്സിൽ കൊണ്ടു ഇടുമെന്ന് പറഞ്ഞോണ്ട് പുള്ളി ഇപ്പൊ പുറത്തിറങ്ങി നടക്കണല്ല. പുള്ളി പുറത്തിറങ്ങിയാലുള്ള ഞങ്ങൾ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അത് മാത്രല്ല, കുമാരക്കുറുപ്പിന് പിടികിട്ടാ പുള്ളി എന്ന് പേരുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ? അതെ, പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേര് തിരുത്തണ്ടേ? ഇത്രയും നാൾ ആ പുള്ളി ഉണ്ടാക്കിയെടുത്ത പേര് പിന്നെ എന്ത് ചെയ്യും? വാട്ടാപ്പൻ്റോ പെണ്ണുമ്പിളയുടെ വിഗും വെച്ച് ഇറങ്ങിയേക്കണോ ഹെൽമെറ്റും വെക്കാതെ? I don't understand what you mean. What you want? Where are you going? Back to my hotel room. എന്റെ ദൈവമേ, സർവീസിൽ നിന്ന് അപ്പം ചത്ത ജോലി കിട്ടി. ഞാൻ ഇനി പുള്ളിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി? ഞാനിത് അതെ, എവിടെ പോകുന്നു? I don't understand. I don't understand. എനിക്കൊന്നും കേൾക്കണ. ബാഗിനകത്തുള്ള പുറത്തേക്കെടുത്ത്. എന്താണ് ബാഗിൽ? നിങ്ങൾ എവിടെ പോകുന്നു? ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ചാനലിട്. എന്താണ് സംഭവം? ബാഗിൽ എന്താണ്? വിച്ച് ബാഗിൽ പ്ലേസ് ആൻഡ് ക്രീസ്? I don't understand what you want. ഇത് മാത്രമാണോ അറിയാമുള്ളൂ? നിങ്ങൾക്ക് മലയാളം അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അത് തുല്യ ദുഃഖിതരാണ്. Oh my god, അത് മാത്രമേ എനിക്കറിയാം. ഞാൻ ഇഷ്ടം പോലെ CD കണ്ടിട്ടുണ്ട്. I don't understand what you want. എന്തോ പഠിക്കാൻ പോണ നേരത്തെ പെൺപിള്ളേരെ മുഖത്ത് നോക്കിയാണെന്ന് വെച്ചാൽ ഇപ്പൊ ചായ്പ ഒന്ന് അനുഭവിക്കടാ. ഞാൻ ബാഗ് എടുത്ത്. My bag. നിങ്ങളുടെ ബാഗ്. Why you not talking? My bag. ഉറക്കെ ഓപ്പൺ ദി അണ്ണാക്ക്. അല്ല, Open. Okay, when it make you happy. എടുക്ക. കുപ്പി എടുക്ക. 2 കുപ്പി എടുക്ക. 1.5 കട്ടക്ക് ഒഴിച്ചിങ്ങതാ. സാധനം ഇടണം. എടുക്ക. ഇതിന്റെ ബില്ലെടുക്ക്. ബില്ല് എവിടെയാ? I left it in the shop. I only takes a bottle. Only takes a bottle. No bill. നോ ബില്ലോ? No. നോ ബില്ല് പോരാ, യെസ് ബില്ല് വേണം. ബില്ലില്ലാതെ ഇവിടുന്ന് കടന്നു പോകാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ ലോക്കൽ നാട്ടിൽ നടക്കുന്ന സംഭവം. I don't need the bill. I don't need this. I couldn't drink the bill. I can drink only this. എന്റെ പൊന്നളിയാ, എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. ഈ വക നിയമപ്രകാരമല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്ന. You talking English, then I understand what you want. What you want അല്ല, വാട്ട് പേരക്കല്ല, വാട്ട് തുമ്പിയാന്ന് പറഞ്ഞ കാര്യമില്ല. എനിക്ക് ഈ സാധനത്തിന് ബില്ല് തരാതെ പോകുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈ സാധനം തന്നിട്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ല. ബില്ല് തരാതെ ഈ സാധനം കൊണ്ടാവാൻ അനുവദിക്കില്ല. ഇല്ലേ, ആ 2 കയ്യിലേക്കുള്ള സാധനം ഈ 2 കയ്യിലേക്ക് ഞാൻ മേടിക്കും. തരണം. You want 1 bottle or I take 2 bottles? ബില്ല് എവിടെ? ബില്ലില്ല. എന്നാ പോവാൻ പറ്റില്ല.
എന്റെ അടുത്ത് കളിയാറില്ല. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. നിങ്ങൾ ആ ബോട്ടിൽ തന്നിട്ട് പോകുന്നുണ്ടോ അതോ? Hey, I drinks a bottle. ദൈവമേ, കൊലച്ചതി ചെയ്യുന്നുണ്ടോ ഈ കാലൻ? ഓ, ഇവിടുത്തെ മണ്ണ് വാരി തിന്നാന്ന് വെച്ചാൽ ഇവിടെ ഉള്ളമാർ മൊത്തം മൂത്രം ഒഴിക്കണ മണ്ണും ഇത്. ഞാൻ എന്ത് ചെയ്യും? So, bottle gone, no case. Oh, ഒന്നുമല്ല. നിങ്ങൾക്ക് can I go now? പോകോ. എന്നാലും Thank you. സുഖമായിട്ട് പോണേ. ഡെലിവറിയൊക്കെ വന്നെ വഴിയാ. എന്നാലും Have a nice day. അയ്യോ, ഇവന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ കേരള പോലീസൊക്കെ എന്ത് ചെയ്യും? ഇത്ര വൃത്തികെട്ടവന്മാരോ? ആ കുപ്പിയിലുള്ള 2 സംഭവം നീ മറച്ചു കളഞ്ഞോളാ മെനകെട്ടവനെ. എന്നെ തന്നെ രാത്രി മൊത്തം പോയി ഞാൻ എങ്ങനെ ഉറങ്ങും? കൈയടിച്ച് ഞാൻ വണ്ടി നിർത്താണ്. കൈയടിച്ചാണ് ഞാൻ വണ്ടി നിർത്തിയല്ല. ഒറ്റ ബെട്ടിയാൻ പറ്റാൻ പഴയ പ്രതാപത്തിന്റെ മോന്തയും വെച്ചാൽ വന്നേക്കാൻ. എന്താ നിന്നെ വണ്ടി നിർത്താൻ? ഞാൻ എന്താ വണ്ടി നിർത്തിയല്ലോ സാറേ. നീ വണ്ടി നീ ഇവിടെ നിർത്താൻ പറഞ്ഞു. ഇവിടെ നിർത്തണം. അവിടെ കൊണ്ടുവന്നല്ല നിർത്തുന്നത്. മനസ്സിലായോ? മനസ്സിലായി. നിന്റെ കയ്യിൽ ബുക്കും പേപ്പറും ഉണ്ടോ? ഉണ്ട് സാറേ. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട് സാറേ. ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ട് സാറേ. അപ്പൊ ഇതെല്ലാം ഉണ്ട്. ആ. അപ്പൊ നിനക്ക് നിർത്താൻ മാത്രം നിന്റെ അഹങ്കാരമാണ് നിർത്താൻ പ്രശ്നം. അല്ല സാറേ, ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അത് ശരി, ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയുമായിട്ട് നിയമം തെറ്റിച്ച് എന്റെ മുമ്പിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മോനെ ഞാൻ ലൈസൻസും പറിച്ച് കയറി അടിയിൽ നിന്ന് ഞാൻ ലോക്കപ്പിൽ തള്ളുകയാണ് എന്റെ സ്വഭാവം. ഒരു കാര്യം ചെയ്യ, നീ ബ്രേക്ക് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് നീ ഒരു 10,000 രൂപ പിഴയും കേട്ടിട്ട് പോയതാ പിഴ. എന്താണ് സാറേ പറയണത്? ആ 10,000 രൂപ. 10,000 രൂപ എന്റെ കയ്യിലില്ല സാറേ. ഒരു കാര്യം ഞാൻ പറഞ്ഞ, ആ പെറ്റി എഴുതി കഴിഞ്ഞാൽ 10,000 രൂപ അടക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ ഒരു 2,000 രൂപ നമുക്ക് അങ്ങ് ഒതുക്കി തീർക്കാം. സാറേ, ഞാൻ ഒരു അത്യാവശ്യത്തിന് പോയിരുന്നു, പേഴ്സ് എടുക്കാൻ പറഞ്ഞു പോയി. ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. നടക്കില്ല. നീ പൈസ തന്നേ പറ്റും. 2,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പെറ്റി അടിക്കും. നീ ഒരു കാര്യം നിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിന്റെ പെണ്ണുമ്പിള്ളാണ്ട് പൈസ കൊണ്ടുവരാൻ പറ. അല്ല സാറേ, അവിടെ അവള് മാത്രമേ ഉള്ളൂ. അവളെ ഞാനായിട്ട് രാവിലെ ഒരു പട്ടുസാരിയുടെ കേസും പറഞ്ഞ് വഴക്കിട്ട് നിൽക്കുകയാണ്. അവള് വരൂല. പട്ടുസാരിയുടെ പേരിൽ വഴക്കം പറഞ്ഞോ? പെണ്ണുമ്പിളക്ക് ഒരു പട്ടുസാരി ഒന്ന് മേടിച്ചു കൊടുക്കണം. എന്താണ് വഴക്കുണ്ടാക്കേണ്ട കാര്യം? അല്ല, മേടിച്ചു കൊടുക്കണതല്ല. പിന്നെ അവളുടെ പട്ടുസാരി എന്നോട് അലക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റൂലെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അവള് വഴക്കിട്ട് നിൽക്കുകയാണ്. നടക്കില്ല മോനെ, ഒരു പരിപാടിയും നടക്കില്ല. പൈസ തരാതെ പോണ പ്രശ്നമല്ല. നീ വിളിച്ചു പറഞ്ഞോ? വിളിച്ചോ? എന്ത് കഷ്ടമാണ് സാറേ. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. ഹലോ. എടി, നീ അത്യാവശ്യമായിട്ട് ഈ ജംഗ്ഷനിലേക്ക് ഒന്ന് വരണം. വരേണ്ടി വരും. എന്നെ പോലീസ് പിടിച്ച്. പോലീസ് പിടിച്ചു. അപ്പൊ ഒരു 2,000 രൂപ എടുത്തോ. സാറ് സമ്മതിക്കണില്ല. സമ്മതിക്കില്ല. വേഗം വാ. വന്നില്ലെങ്കിൽ വിഷയാവും. സാറേ, എന്താ സാറേ, എന്റെ എല്ലാം ക്ലിയർ അല്ലേ സാറേ? എന്റെ എല്ലാം ക്ലിയർ ആണ്. എന്താ നിന്റെ പേരെന്നാ? നിന്റെ പാലോട് ഉണ്ണി. നീ പാലോട് ഉണ്ണി ആളും കൊള്ളാം, കമ്മത്തോട് ഉണ്ണി ആളും കൊള്ളാം. ഇടിച്ചെന്റെ കൂമ്പിയാൻ പട്ടിക്കളഞ്ഞ അറിയാൻ. പിന്നെ സാറ് എന്റെ മേത്തോട്ട് കഴിഞ്ഞാൽ സാറിനെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നീ തൊപ്പി തെറിച്ച, പക്ഷെ തുപ്പി തെറിപ്പിക്കരുത്. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഭാര്യനെ വിളിക്കുക. ഭാര്യനെ വിളിച്ച് അവള് വരും സാറേ. സാറേ, നിങ്ങളുടെ കയ്യിലൊക്കെ അധികാരം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ഇത് കാണിക്കാന്നുണ്ട്. ഭയങ്കര സങ്കടമുണ്ട് സാറേ, ഭയങ്കര സങ്കടമുണ്ട്. എന്താടാ സങ്കടവട? സങ്കടവടെ അല്ല, എന്താ സങ്കടവട? സാറിപ്പോ സങ്കടവട എന്ന് പറഞ്ഞു. അടി, ഞാൻ സങ്കടവടാന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, സാറ് പറഞ്ഞു സങ്കടവട. ഞാൻ സങ്കടവടാന്നല്ല ഉദ്ദേശിച്ചേ. ഇടാ, എന്താ ദുഃഖവട? ദുഃഖവട അടുത്തത്. അയ്യോ, ദുഃഖവട അല്ലടാ. എന്താടാ നിനക്ക് ദുഃഖമാടാ ആണോടാന്ന് ചോദിക്കണ അർത്ഥത്തിൽ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതായിരുന്നാ? ഞാനിത് ഈ സങ്കടവട ഏതാണ് പരിപ്പോടെ ഏതാണ്ടൊക്കെ നമുക്കറിയാമോ സാറേ. അപ്പൊ നിന്റെ വേഷം കെട്ടന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. നിന്റെ വൈഫ് വന്നവരെ നീ ഒരു കാര്യം ചെയ്യ്. നീ എന്തായാലും ഇത്ര തെറ്റ് ചെയ്ത മനുഷ്യനല്ലേ, നീ ഇരുന്ന് വിശ്രമിച്ചിട്ട് അങ്ങ് പോയാ മതി. താങ്ക് യു സാറേ. അല്ല, കസേരയില്ല സാർ. ഞാൻ നിനക്ക് കറങ്ങണ കസേര കൊണ്ട് തന്നല്ലോ. ഒറ്റ അടിയാൻ പറ്റുന്നുള്ള. ഇരിക്കണ കസേരയില്ലാതെ. കസേരയിൽ ഇരിക്കാം. ഇരിക്കണ. അയ്യോ ചേട്ടാ, എന്ത് പറ്റിയേട്ടാ? സാറ് എന്റെ വണ്ടിക്ക് ബ്രേക്കില്ലാന്ന് പറഞ്ഞ എന്നെ പിടിച്ചു നിർത്തിയേക്ക്. സാറ് ഒരു ചൊറിയനാ. എന്തുവാ സാറേ കാണിച്ചത്? നിയമം ഇങ്ങനെയൊക്കെയാണോ സാർ? നിയമം വിട്ട് കളിച്ചാൽ ഞാൻ ഗർജിക്കുന്ന സിംഹം അല്ലാതെ ഛർദിക്കുന്ന സിംഹമല്ല. മനസ്സിലായോ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ അല്ല. ഞാൻ ഈ വേഷത്തിൽ അത് നൈറ്റ് ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റും. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയി പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ വേഷത്തിൽ. നാടകത്തിൽ നിന്ന് വന്നാണോ? അല്ല, അച്ഛൻ മരിച്ചു പോയി സർവീസിൽ ഇരുന്നപ്പോഴേ. ആ ജോലി ഞാൻ ചെയ്യേണ്ടി വന്നു. ഇടിക്ക് കുത്തും മഞ്ഞുകാലത്തെ കേട്ടാണ്. ചെറിയാൻ എന്റെ കൂടെ പഠിച്ചതാ. ചൊറിയൻ ചേമെന്നായിരുന്നു ഞങ്ങള് വിളിക്കുന്ന ഇവനെ. പുള്ളിയുടെ സ്വഭാവം അങ്ങനെ തന്നെ, ഭയങ്കര ചൊറിയനാ.
അയ്യോ എന്നും പറയണ്ട എന്റെ ചേട്ടാ മൂക്കളെ ഒലിപ്പിച്ച് വൃത്തികെട്ടോടെ ചെറുക്കൻ എന്നും പനിയായിരുന്നു ഇവന് അല്ലേടാ ഹേയ്, എടി, നീ എന്നെ നാറ്റിക്കരുത്. പിന്നെ തോമസ് സാറിന് എന്തൊരു പേടിയായിരുന്നു കണക്ക് സാറല്ലേ തോമസ് സാർ ഞാൻ തോമസ് പറയാറില്ലേ സാർ ഭയങ്കര ചൂടനാണെങ്കിലും തോമസ് സാറ് വാവാ. തോമസ് സാറാണെങ്കിൽ വടിയും കൊണ്ട് ക്ലാസ്സിലോട്ട് കയറി വരിക അത് കാടും ഇവൻ കിളികളാന്ന് വിറക്കാൻ തുടങ്ങും നിക്കറിനകത്തങ്ങ് മൂത്രം ഒഴിക്കും ഇപ്പൊ ഞാൻ പണ്ടങ്ങനെയായിരുന്നു. ഇവന്റെ അമ്മയാണ് സ്നാഗി മേടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. പണ്ടാണ് ഞാൻ സ്നാഗിയൊക്കെ ഇട്ട് സ്നാഗി തൊട്ട് ഷഡ്ഡി പോലും ഇടാറില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി, ഞാൻ പണ്ട് ഭയങ്കര പാവം പേടിത്തോണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഭയങ്കര ക്രൂരന. ഞാൻ അതെല്ലാം പോട്ടെ ചേട്ടാ ഇവനുണ്ടല്ലോ പറയട്ടെടാ പറയട്ടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ പുറകെ നടന്നവനാ. എനിക്ക് ലവ് ലെറ്റർ വരെ തന്നിട്ടുണ്ട് ചേട്ടാ. അങ്ങനെയൊന്നും പറയരുത്. ഞാനിപ്പോ എന്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ആഹ്ലാദിപ്പിച്ച് ജീവിക്കും. പൊക്കോ പൊക്കോ. അല്ല 2000 രൂപ ഉണ്ട് സാറേ പെറ്റിയടിക്ക്. അല്ല വേണ്ട വേണ്ട, പൈസ വേണ്ട, പൊക്കോ. അപ്പൊ വേറെ കേസൊന്നുമില്ല? കേസൊന്നുമില്ല. കേസ് നിങ്ങളൊന്ന് പോയി തന്നാൽ മാത്രം മതി. അപ്പൊ സാറേ അപ്പൊ ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുക. ഏത് കാര്യത്തിന്? അല്ല സാറ് ചെറുപ്പത്തിലെ എന്റെ ഭാര്യയുടെ പുറകെ നടന്ന് അവളുടെ കൈക്ക് കയറി പിടിച്ച അവൾക്ക് ലവ് ലെറ്റർ അല്ല, കൊടുത്തു. അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തല്ലേ, അത് കൈക്ക് കയറി പിടിച്ചൊന്നുമില്ല. എന്തായാലും അവളുടെ ഭർത്താവായി ഞാനിപ്പോ അറിഞ്ഞല്ലോ, അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഒരു സത്യം പറയട്ടെ. ഈ ഇവള് പറഞ്ഞ മാതിരി എനിക്ക് എഴുതാനും വായിക്കാൻ അറിയില്ലാത്ത ഒരു നിരക്ഷനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വെള്ള പേപ്പറിൽ മടക്കി അവക്കടെ കൊടുത്തു. അവളത് മേടിക്കുവാണെങ്കിൽ എന്നോട് പ്രേമമുണ്ട്, മേടിച്ചില്ലെങ്കിൽ പ്രേമമില്ല. ഈ ട്രിക്കാണ് ഞാൻ ഉപയോഗിച്ചത്. സത്യത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. എന്തായാലും സാറ് പേപ്പർ മടക്കി കൊടുത്തോ? പേപ്പർ മടക്കി കൊടുത്തു. താല്പര്യമില്ലാത്തൊരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ആ പേപ്പർ മടക്കി കൊടുത്തു. ഞാൻ കയറി പിടിച്ചില്ല. പിടിച്ചു പിടിച്ചു. ഉറപ്പല്ലേ? ഞാൻ പിടിച്ചു. എനിക്ക് ആ പഴയ കാര്യങ്ങൾ എനിക്കൊന്ന് ഇങ്ങനെ ഞെക്കുകയും ചെയ്തു. അതാ പറഞ്ഞത്, എനിക്ക് ആ പഴയ കാര്യങ്ങൾ എനിക്കൊന്ന് ഇവിടെ ഒന്ന് കാണണം. ഒന്ന് കാണണം. എടി നീ കോളേജ് സ്കൂളിൽ പോയി വരുന്ന വഴി ആ രീതിയിലൊന്ന് വന്നേടി. എന്നിട്ട് സാറിന് ഇവിടെ കാണിക്കണം. അല്ല എനിക്കതൊന്ന് കാണണം. എനിക്കത് അല്ല കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. അതിന്റെ റൂട്ട് എന്തായിരുന്നു എനിക്ക് മനസ്സിലാവണം. എന്നിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ മാറില്ല അല്ലേ? മാറില്ല. ഇത് പിടിക്കണം, ഇത് പിടിക്കേ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ കയറി പിടിക്കും. അതുകൊണ്ട് ഇത് പിടിക്കണം, ഇത് പിടിക്കേ പറ്റൂ. ഓക്കെ മതി സാർ, ഓവറാക്കണ്ട. ഓക്കെ ഇനി പോട്ടെ. ഞാൻ എവിടെ പോണു? അല്ല ഞാനിനി നിങ്ങളുടെ ആഗ്രഹം തീർന്നല്ലോ. ഇതിപ്പോ സ്വന്തം ഭാര്യ ഒരുത്തം കടന്നു പിടിക്കണമായിരുന്നല്ലോ നിങ്ങളുടെ ആഗ്രഹം. അത് കഴിഞ്ഞല്ലോ. അതിന് എനിക്കൊരു നഷ്ടപരിഹാരം തന്നെ 25000 രൂപ. അത് തന്നിട്ട് സാർ ഇവിടെ നിന്ന് പോയാൽ മതി. അതെന്തിനാ? അതെനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുക്കണേ? കേസ് കൊടുക്കാൻ എന്റെ ഭാര്യ കടന്നു പിടിച്ചെന്ന് പറഞ്ഞ പരിപാടിയിൽ അത് പണ്ടല്ലേ. ഈ കേസുമായിട്ട് പള്ളി ചെന്നാൽ പോലും ഈ കേസ് തള്ളിപ്പോകും ചങ്ങാതി. ആര് പറഞ്ഞു തള്ളിപ്പോകും? ഞാൻ പറഞ്ഞു തള്ളിപ്പോകുന്നു. സാർ ഇപ്പൊ കയറി പിടിക്കുന്നത് മൊത്തത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ. ഇത് കേട്ടോ നാട്ടിലെ ലീലാവലാസങ്ങളാണ് ഈ കാണുന്നത്. ഇതുമായിട്ട് ഞാനവിടെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സാറ് അഴിയെണ്ണും 25000 രൂപ വെച്ചിട്ട് പോയാ മതി. അല്ല 25000 രൂപ എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എനിക്ക് കയ്യിന്നെടുത്ത് തരാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ 25000 രൂപ മേടിച്ചോണ്ട് ഞാൻ ഓടി വരാം. അത്ര നേരം വരെ സാർ എന്ത് ചെയ്യും? അപ്പൊ അത്ര നേരം ഞാൻ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കും. അങ്ങനെയല്ല, സാറ് ഇങ്ങനെ ഇരിക്കണം. ഇരുന്നോ. അവര് വന്ന വരെ ഞാൻ ഇങ്ങനെ ഇരിക്കണം. ഇരുന്നോ. ശരി.